പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. ബൈബിളിന് വേണ്ടി കൊതിച്ച പാട്രിക് എന്ന ബാലനെ കുറിച്ച് നമുക്ക് കേട്ടാലോ. അയർലൻഡിലെ ഒരു പട്ടണത്തിൽ വസിച്ചിരുന്ന ഒരു പാവപ്പെട്ട ബാലനായിരുന്നു പാട്രിക്. തന്റെ വീടിനടുത്തുള്ള ഒരു സൺഡേ സ്കൂളിൽ അവൻ പഠിച്ചുകൊണ്ടിരുന്നു. മറ്റു കുഞ്ഞുങ്ങൾ തങ്ങളുടെ ബൈബിളുമായി സൺഡേ സ്കൂളിൽ വരുന്നത് കാണുമ്പോൾ തനിക്കൊരു ബൈബിൾ സ്വന്തമായി ഉണ്ടായിരുന്നെങ്കിലെന്ന് പാട്രിക് അതിയായി ആഗ്രഹിച്ചു. അവന്റെ അമ്മ ഒരു വിധവയും പാവപ്പെട്ടവളുമായിരുന്നാൽ സ്വന്തമായി ഒരു ബൈബിൾ വാങ്ങുവാൻ അവന് സാധിച്ചിരുന്നില്ല. ഒരു ദിവസം പാട്രിക്കിന്റെ അമ്മ ഒരു സോപ്പ് വാങ്ങുവാൻ വേണ്ടി അവനെ കടയിലേക്ക് പറഞ്ഞയച്ചു. കച്ചവടക്കാരി സോപ്പ് കഷ്ണം പൊതിയുന്നതിന് ബൈബിളിൽ നിന്ന് താൾ വലിച്ചു കീറുന്നത് പാട്രിക് കണ്ടപ്പോൾ ബൈബിളിന്റെ താൾ സോപ്പ് പൊതിയുന്നതിന് ഉപയോഗിക്കുകയോ? പാട്രിക് ആശ്ചര്യത്തോടെ ചോദിച്ചു. അങ്ങനെ ചെയ്താൽ എന്താണ്? ആ സ്ത്രീ മറുപടി പറഞ്ഞു, വേദപുസ്തകം ദൈവത്തിന്റെ വചനമാണ്, അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പാട്രിക് ദുഃഖത്തോടെ പറഞ്ഞു, എനിക്കിത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഞാൻ പഴയ പേപ്പർ വ്യാപാരിയിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ സോപ്പ് പൊതിഞ്ഞു കൊടുത്തു. കൊച്ചമ്മ, ഒരു ബൈബിൾ സ്വന്തമായി വാങ്ങുവാൻ വളരെ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് പണമില്ല. ഇത് ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു പുസ്തകം കീറിക്കളയുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവന്റെ കണ്ണുനീർ കണ്ടപ്പോൾ ആ സ്ത്രീക്ക് അല്പം സഹതാപം അവനോട് തോന്നി. അവൾ പറഞ്ഞു, ഈ പുസ്തകത്തിന്റെ തൂക്കത്തോളം വേറെ പേപ്പർ കൊണ്ടുവരാമെങ്കിൽ ഞാൻ ഇത് നിനക്ക് തരാം. നീ അത് കൊണ്ടുവരുന്നത് വരെ ഞാൻ കീറാതെ ഇത് മാറ്റി വെച്ചേക്കാം. ഇത് കേട്ട് ഓടി വീട്ടിൽ ചെന്ന് സോപ്പ് പൊതിഞ്ഞ പേപ്പർ അഴിച്ചെടുത്ത് അവൻ സൂക്ഷിച്ചു വെച്ചു. കച്ചവടക്കാരി പറഞ്ഞത് അവൻ അമ്മയോട് പറഞ്ഞു. അവർ ഇരുവരും കൂടി വീട്ടിൽ അങ്ങിങ്ങായി കിടന്ന കടലാസ് എല്ലാം ശേഖരിച്ചു ഭംഗിയായി അടുക്കി വെച്ചു. എന്നാൽ അത് വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, മകനെ, നീ മിസ്സസ് ഓസ്റ്റിന്റെ വീട്ടിൽ ചെന്ന് അവരോട് ഈ വിവരം പറയുക. അവരുടെ ഭർത്താവ് ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്. ഒരുപക്ഷെ അവർ നമ്മെ സഹായിക്കും. അവർക്ക് എന്തെങ്കിലും വേല നമുക്ക് ചെയ്തു കൊടുക്കാം. അതിന് പകരം കുറച്ച് പഴയ പേപ്പർ തന്നാൽ മതിയെന്ന് പറയുക. പാട്രിക് മിസ്സസ് ഓസ്റ്റിന്റെ വീട്ടിലേക്ക് ഓടി. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ ജോലിയൊന്നും ചെയ്തു തരേണ്ട, ഈ മാസികൾ കൊണ്ടുവയ്ക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് 2 വലിയ മാസികൾ അവന് കൊടുത്തു. പാട്രിക് മിസ്സസ് ഓസ്റ്റിന് വളരെ നന്ദി പറഞ്ഞു. മാസികൾ കയ്യിലെടുത്തപ്പോൾ തന്നെ അവന്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ബൈബിളിനേക്കാൾ തൂക്കം ആ പേപ്പറിനുണ്ടായിരുന്നു. അവനും അമ്മയും കൂടെ ശേഖരിച്ച പേപ്പറിന്റെ ആവശ്യം വന്നില്ല. അവൻ കടയിലേക്ക് ഓടി. ഇത് മതിയോ? അവൻ കച്ചവടക്കാരി സ്ത്രീയോട് ചോദിച്ചു. ഇത് മതി, പൊതിയാൻ ബൈബിളിനേക്കാൾ നല്ലത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബൈബിൾ അവന് കൊടുത്തു. വീടിന്റെ പടിക്ക് ചെന്നപ്പോൾ തന്നെ, അമ്മ, എനിക്ക് സ്വന്തമായി ഒരു ബൈബിൾ ഉണ്ട്, അവൻ വിളിച്ചു പറഞ്ഞു. ആ അമ്മയും മകനും സന്തോഷത്താൽ ദൈവത്തെ സ്തുതിച്ചു. കീറിയ താൾ പാട്രിക് എടുത്ത് ഭംഗിയായി ഒട്ടിച്ചു. ബൈബിളിന്റെ ആദ്യത്തെ താളായിരുന്നു ആ സ്ത്രീ കീറിയത്. അത് ഒട്ടിച്ചപ്പോൾ ബൈബിൾ മുഴുവനും ഉണ്ടായിരുന്നു. അടുത്ത ഞായറാഴ്ച പാട്രിക് ആ വേദപുസ്തകം പിടിച്ചുകൊണ്ടാണ് സൺഡേ സ്കൂളിൽ പോയത്. പ്രത്യേക സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെയായിരുന്നു. അതേ കാലം സകലത്തെയും പഴഞ്ചനാക്കുമ്പോൾ കാലാതീതമായ പ്രസക്തിയോടും പുതുമയോടും നിലകൊള്ളുന്ന തിരുവചനം അതെ ലോകത്തിന് വെളിച്ചമായി തീരുവാൻ ഇടയാകട്ടെ. ഇരുളടഞ്ഞ ലോകത്തിന് പ്രകാശമായി ദൈവവചനത്തിന്റെ ശക്തി ലോകമെമ്പാടും പറക്കട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു, എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചുകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവചനം ഈ ലോകത്തിന്റെ ഇരുളടഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ ശക്തിയോടെ പ്രഘോഷിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.